കോളിഫ്ലവർ വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു റെസിപ്പി തയ്യാറാക്കിയാലോ? കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് കോളിഫ്ലവർ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുതേ. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ആക്കിയിട്ടാണ് ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ സോയാ സോസ്, പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മറ്റേ സാധാരണ ചില്ലി സോസ് ആണെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് എരിവ് കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് കൂടി പോകണ്ട കേട്ടോ. കടലമാവ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്കിത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച കോളിഫ്ലവറിലേക്ക് നമുക്ക് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു കോൺഫ്ലോർ എത്തിക്കിട്ടും. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇനി നേരത്തെ തയ്യാറാക്കിയ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് വെച്ച നമ്മൾ കോളിഫ്ലവറും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഈ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് വാട്ടറി കൺസിസ്റ്റൻസി ആവരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇതിൽ പിടിച്ചിരിക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ ഒന്ന് കൂട്ടി വെക്കണം. ഇതിൽ ആ ഒരു പുറം ഭാഗം മാത്രം ക്രിസ്പി ആവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളെ കോളിഫ്ലവർ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല ക്രിസ്പിയായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കറുമുറ കുറിക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്